നമസ്കാരം. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് കവടിയാർ കൊട്ടാരത്തിലെ കവർച്ച വാർത്തകളിൽ നിറഞ്ഞത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ നഷ്ടമായി എന്നതായിരുന്നു പോലീസിന് ലഭിച്ച പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയാണ് പെരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും രത്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇരുമ്പ് പെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായത് അറിഞ്ഞത്. ഇതിന് 10 ദിവസം മുമ്പും ആഭരണം പുറത്തെടുത്ത് അടുക്കി വെച്ചിരുന്നു എന്നും തുടർന്ന് കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താതിരുന്നതിനെ തുടർന്നാണ് 2 ദിവസം മുമ്പ് പോലീസിൽ പരാതി നൽകിയതെന്നും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ മുൻ രാജകുടുംബം. എന്തായാലും മോഷണം നടന്നു എന്നത് വാസ്തവമാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് അശ്വതി തിരുനാൾ ഗൗരി പാർവതി ഭായ് വ്യക്തമാക്കുന്നത്. പോലീസ് ചോദിച്ചതിനെല്ലാം മറുപടി നൽകിയെന്നും ആർക്കൊക്കെ മുറികളിൽ കയറാമെന്ന് അറിയിച്ചുവെന്നും തെളിവില്ലാതെ ആരെയും സംശയിക്കാനാവില്ല എന്നും വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ വഞ്ചിച്ചാലാണ് വിഷമമുണ്ടാകുന്നതെന്നും നേരത്തെയും കൊട്ടാരത്തിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ഗൗരി പാർവതി ഭായ് വ്യക്തമാക്കി. 2 കോടിയിലധികം വില വരുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെയാണ് മോഷണം പോയത്. സംഭവം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നും കൊട്ടാരവുമായി അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അന്വേഷണം നിലച്ച അവസ്ഥയിലാണ്. പരാതിയില്ലാതെ രഹസ്യ അന്വേഷണം നടത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തെളിവുകളെയെല്ലാം നശിപ്പിച്ച ശേഷമാണ് അന്വേഷണം തുടങ്ങിയതെന്നും രാജകുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത ശേഷം അന്വേഷണം കൊട്ടാരത്തിലെ സ്ഥിരം സന്ദർശകരിലേക്കും ജീവനക്കാരിലേക്കും നീങ്ങുകയായിരുന്നു. ചില ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ ഇടപാടുകൾ പോലീസിന് സംശയമുണ്ടായിരുന്നുവെന്നും അതിൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതിന് പിന്നാലെയാണ് പരാതിക്കാർ തന്നെ അന്വേഷണ സംഘത്തിന് നേരെ തിരിഞ്ഞ അവസ്ഥയും ഉണ്ടായി. എന്തായാലും കൊട്ടാരവുമായി അടുപ്പമുള്ളവരെയും ജീവനക്കാരെയും അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള പരാതി. സ്വർണം കടത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണം. എന്തായാലും കൊട്ടാര അംഗം തന്നെ പോലീസിനെതിരെ പരാതി ഉന്നയിച്ചതോടെ അന്വേഷണ സംഘം പ്രതിസന്ധിയിലായിരിക്കുകയാണ്.